ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കാണിച്ചു തരാം. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചാലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിച്ചാൽ അത് കറക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം അത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരാഴ്ചയായിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി ടെസ്റ്റ് ചെയ്യണ കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് RT ഓഫീസിൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ RT ഓഫീസിൽ ഞാൻ ഇപ്പോൾ വന്നു കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ചായ കുടിക്കാൻ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചായക്കട ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് കൈ ഇടാൻ അവിടെ പൈപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, ചേച്ചി കൈ ഇടണ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ടോയ്ലറ്റ് ഉണ്ട്, അപ്പുറത്ത് മൂലയ്ക്കായിട്ടുണ്ട്, പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഞാൻ ചെന്നിട്ട് കണ്ട കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈ ഇടാൻ വേണ്ടി പോയത്. അതോടുകൂടി നമുക്ക് ഭക്ഷണം കഴിക്കൽ വേണ്ടാന്ന് വെച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കാം. നിങ്ങളിതൊന്ന് ഷെയർ ചെയ്തിട്ടേ ഇതിനെതിരെയുള്ള പ്രതികരണം നിങ്ങളുടെ എന്താണെന്നൊന്ന് പറയാം. എന്നിട്ട് നമുക്കിത് ഈ വീഡിയോയിലൂടെ എങ്ങനെ നേരാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എങ്കിലും ഇത് അധികാരികളുടെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. കാരണം ഇവിടെ ഒരു 3-4 നിലയുണ്ട്. എല്ലാ നിലയിലും ഞാൻ പോയില്ല. ഒരു നിലയിൽ പോയപ്പോൾ തന്നെ എൻ്റെ ഇത് നമ്മുടെ ഒരു ശരിക്കും ഒരു മനുഷ്യന് പോയിട്ട് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അതിൻ്റെ ഉള്ളിൽ. മണവും അതുപോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറച്ചിട്ട് പാടില്ല. അപ്പം ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഇത് ചെയ്യുക. കാരണം വേറെ ഒന്നല്ല, അതൊന്ന് റെഡിയാക്കി കിട്ടണമല്ലോ. കാരണം ഈ ബിൽഡിങ്ങിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനാണിത്. എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. മറ്റേ സബ് രജിസ്ട്രാർ ഓഫീസ്, പിന്നെ വില്ലേജ് ഓഫീസ്, പിന്നെ RT ഓഫീസ്, പിന്നെ അക്ഷയ കേന്ദ്രം, പിന്നെ കൃഷി വകുപ്പിൻ്റെ ഓഫീസ്, കുറേ ഓഫീസ്, വിരലിലുണ്ടാവുന്ന ഓഫീസുകളല്ല, അതിൽ കൂടുതൽ ഓഫീസുകളുണ്ട്. അപ്പോൾ ഇത് MLA-യുടെ അറിവിലേക്കായാലും ജനപ്രതിനിധികളുടെ അറിവിലേക്കായാലും മറ്റുള്ള അധികാരികളുടെ അറിവിലേക്കായാലും എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കാം. റോജി M. ജോൺ ആണല്ലോ MLA. പുള്ളി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഓഫീസാണിത്. ഇതിപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസ് ആണ് കണ്ടത്. ഇത് MVD-യുടെ ഓഫീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ്. ഇവിടെ നിരവധി ആളുകൾ വരണ സ്ഥലമാണ്. അതാണ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ ഇവിടെ ലേണേഴ്സ് എഴുതുന്ന പിള്ളേരായാലും പെൺകുട്ടികളും വരുന്നുണ്ട്, ആൺകുട്ടികളും വരുന്നുണ്ട്. പിന്നെ അതിന് കൃഷി വകുപ്പിൻ്റെ ഓഫീസ്, എല്ലാ ഓഫീസുകളും ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ ഞാൻ ആ ഒരു നിലയിൽ മാത്രമാണ് വീഡിയോ എടുത്തത് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ പറയാം, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമുക്ക് ആര് ഭരിച്ചാലും നമുക്കിതൊന്ന് ക്ലിയറായി കിട്ടണമെന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. കാരണം നമ്മളൊരു ആവശ്യ സമയത്താണല്ലോ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാനും പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ ഇന്നും ഇന്നലെ കിടക്കുന്നതായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ വന്ന് കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഒരു ബാത്റൂം ഞാൻ തുറന്നില്ല. കാരണം തുറന്നിട്ട് ഇനി നമ്മൾ ബോധം കെട്ട് വീഴണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ നിങ്ങളിതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് അധികാരികളിലേക്ക് എത്തിക്കാൻ നോക്കാം. എങ്ങനെയെങ്കിലും മാറാണെങ്കിൽ മാറട്ടെ. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണെങ്കിലോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.